UGC നെറ്റ് പരീക്ഷ ഹിസ്റ്ററി സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കുന്ന ആസ്പിരൻസിന് വേണ്ടി ക്രിസ്റ്റൽ 2025 മെയ് 4 രാവിലെ 10 മണി മുതൽക്ക് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ, എന്തുകൊണ്ട് ഓരോ ഹിസ്റ്ററി ആസ്പിരൻസും ഇത് അറ്റൻഡ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമത്തത്, ഈ എക്സാമിനേഷൻ നടത്തുന്നത് 2025 ഡിസംബർ സൈക്കിളിലോട്ട് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആസ്പിരൻസിന് വേണ്ടിയാണ്. ഓരോ സൈക്കിള് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടും ക്രിസ്റ്റൽ അതിൻ്റെ സ്കോളർഷിപ്പ് ടെസ്റ്റ് അനൗൺസ് ചെയ്യാറുണ്ട്. ഇനി ഈ സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ആസ്പിരൻസ് പലപ്പോഴും പ്രിപ്പറേഷൻ്റെ ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പോകുന്നത്. അതായത് ഇതിൽ നമ്മൾ ഇപ്രാവശ്യം നൽകാൻ വേണ്ടി പോകുന്നത് എത്രയാണോ നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് അതിൻ്റെ 50% വരെ ഫീ റിഡക്ഷൻ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്രാവശ്യത്തെ നമ്മുടെ ഫീ എന്ന് പറയുന്നത് 15,000 ആണ്. 15,000 രൂപയാണ് ഹിസ്റ്ററി പ്ലസ് പേപ്പർ 1 കോംപ്രഹെൻസീവ് ലൈവ് ക്ലാസ്സസ് അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാം വരുന്നത്. അതിൽ നിങ്ങൾ ഈ എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് ഇതിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പ് റാങ്കിലോട്ട് വരികയാണെങ്കിൽ ആദ്യത്തെ 5 പേർക്ക് ഒരു 90% എബവ് ഓഫ് ദിസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് മാർക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 50% നിങ്ങൾക്ക് ഓഫർ റിഡക്ഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് 7,500 റുപ്പീസിന് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ഫുൾ പ്രോഗ്രാംസ് ലഭ്യമാകും. ഈ ഹിസ്റ്ററിയുടെ ഫുൾ പ്രോഗ്രാംസ് എല്ലാം ഹൈലി റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ചില എക്സാമിലെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആസ്പിരൻസിന് ക്രിസ്റ്റലിൽ നിന്ന് മാത്രമായിട്ട് JRF, നെറ്റ്, PhD എല്ലാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ഹിസ്റ്ററി ക്വാളിഫൈ ചെയ്തിരിക്കുന്ന, ക്രിസ്റ്റലിൽ പഠിച്ച് നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എക്സ്പീരിയൻസ് ഇവിടെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഇനി അതേസമയത്ത് ക്ലാസ് റൂം പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്രിസ്റ്റലിൻ്റെ ക്ലാസ്സസ് എല്ലാം നടന്നു പോകുന്നത്. സോ അങ്ങനെ ഒന്നാമത്തെ ബെനിഫിറ്റ് പറഞ്ഞതുപോലെ 50% റിഡക്ഷൻ ഫോർ ദ ടോപ്പ് 5 ആണ്. ബാക്കിയുള്ള ആസ്പിരൻസിന്, അതായത് പിന്നീട് റാങ്കിൻ്റെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും, ആ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ഫീ റിഡക്ഷൻ ഓഫ് പെർസെൻറ്റേജ് നമ്മൾ നൽകുന്നതായിരിക്കും. അങ്ങനെ അവർക്ക് കുറഞ്ഞ പേയ്മെൻറ്റിൽ തന്നെ പഠിക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി പറയട്ടെ. നമുക്ക് മെയ് മാസത്തിൽ ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെയ് 12 നമ്മൾ പുതിയ നെറ്റ് ഹിസ്റ്ററിയുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഡിസംബർ സൈക്കിളിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ആസ്പിരൻസിന് അത്യാവശ്യം നല്ലൊരു ടൈം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നല്ല ടൈമിൽ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അത് ഒരുപക്ഷെ നിങ്ങൾ ഗ്രാജുവേഷൻ ഹിസ്റ്ററി ആകാൻ ചാൻസ് ഇല്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരുപാട് പേര് ക്രിസ്റ്റലിൽ പഠിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ബേസിക്കിൽ നിന്ന് പഠിച്ചു തുടങ്ങാമെന്നുള്ളതാണ്. ക്രിസ്റ്റലിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത തന്നെ ബിഗിൻ വിത്ത് ബേസിക്സ് എന്ന് പറയുന്ന ബേസിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കും, പിന്നീടാണ് അഡ്വാൻസ്ഡ് ലേണിങ്ങിലോട്ട് വരുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള ലേണിംഗ് നേരത്തെ തന്നെ പഠനം ആരംഭിച്ചാലേ പോസിബിൾ ആവുള്ളൂ. അതും ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അപ്പോൾ മെയ് 12 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡോണ്ട് മിസ് ദിസ് ഔട്ട് ഗൈസ്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ മാസത്തിൽ ക്രിസ്റ്റൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റലിൻ്റെ 3 സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. ആൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് പ്രിപ്പറേഷനെ നിങ്ങളെ സഹായിക്കുന്ന രൂപത്തിലോട്ട് തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽസ്. ഇത് ഈ സ്കോളർഷിപ്പിലൂടെ വിജയിച്ച് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ കോഴ്സിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഡെലിവർ ചെയ്യപ്പെടുന്നു, കൊറിയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് റൂമിൻ്റെ ഭാഗമായിട്ട് ഒരു ഹാർഡ് കോപ്പി സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. സോ ഈ രീതിയിൽ ഉള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കൊണ്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഡിസംബർ 2025 സൈക്കിളിലോട്ട് ഒരു ഫുൾ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ ഈ അവസരം ഒരിക്കലും മിസ്സാക്കരുത്. ഈ വീഡിയോക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടാവും, അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജസ്റ്റ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേര് എക്സാമിനേഷൻ പല തവണ എഴുതിയിട്ട് കിട്ടാത്തവരുണ്ടാകും, ആദ്യമായിട്ട് പ്രിപ്പറേഷനോട്ട് വരുന്ന ആൾക്കാരുണ്ടാകും. ഇവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കോഴ്സാണ് ക്രിസ്റ്റലിൻ്റെ ഫുൾ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സ്കോളർഷിപ്പോട് പഠിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പിന്നീട് അവസരം വരില്ല. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ഇറ്റ് നൗ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ നടത്തിയിട്ട് ഞാൻ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, രജിസ്ട്രേഷൻ ഫോം നിർബന്ധമായിട്ട് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് ദ ഓഫീസ് നമ്പർ, അതും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈസ്.